Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ഓഫ് ദി ന്യൂ വീക്ക് ആയതുകൊണ്ട് നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡലിനകത്ത് ഒരു രീതിയിലുള്ള ബെയറിഷ് സിഗ്നൽസും കാണാനില്ല. ഇത് ഇൻഫാക്റ്റ് ഒരു ബുള്ളിഷ് പിയേഴ്സിങ് കോൺഫർമേഷൻ ക്യാൻഡിൽ ആൻഡ് ഇതൊരു കണ്ടിന്യൂവേഷൻ ഓഫ് ദ ട്രെൻഡ്. പ്രീവിയസ് റെസിസ്റ്റൻസ് പോയിന്റ് അതായത് അറൗണ്ട് ഒരു 881 to 800 സോൺ ഇസ് ആക്ടിങ് ആസ് എ റെസിസ്റ്റൻസ്. മറ്റ് വീക്ക്നെസ് ഒന്നും കാര്യമായി വീക്ക്ലി ക്യാൻഡിൽ കാണാനില്ല. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു നിഫ്റ്റീസ് ഡെയിലി ക്യാൻഡിൽ. ഡെയിലി ക്യാൻഡിലും റൈറ്റ് നൗ ഇതൊരു പ്രീവിയസ് റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു 500 സോൺ. നൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ആക്ട് ആസ് എ സപ്പോർട്ട് ആൻഡ് മുകളിലോട്ട് പോയാലും ഈ ഒരു സോൺ തൊട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്ത ആ ഗ്യാപ്പ് ഫില്ല് അറൗണ്ട് ആ സോണിൽ നിന്നാണ് മാർക്കറ്റ് പ്രീവിയസ് ഡേയ്സിൽ റിജക്ഷൻ എടുത്തിരിക്കുന്നത്. സോ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലും പ്രോപ്പറായിട്ടുള്ള വീക്ക്നെസ് ഒന്നും കാണാനില്ല. 5 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ എന്താണ് എക്സ്പെക്റ്റേഷൻ? സോ മാർക്കറ്റിൻ്റെ കറണ്ട് റേഞ്ച് എന്ന് പറയുന്നത് 18,877 ആൻഡ് ഡൗൺ സൈഡിൽ ഒരു 600 സോണാണ്. സോ മാർക്കറ്റ് ഇൻ കേസ് ഈ ഒരു സോണിൻ്റെ താഴോട്ട്, അതായത് 600 സോണിൻ്റെ താഴോട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രീച്ച് ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ, ഒരു ഡൗൺ സൈഡിലേക്കുള്ള എക്സ്പെക്റ്റേഷനാണ്. കറൻ്റ്ലി ഈ ഒരു ഗ്യാപ്പ് ഫില്ലുണ്ട്, അതായത് അറൗണ്ട് 19,440 റേഞ്ചിലൊരു ഗ്യാപ്പ് ഫില്ലുണ്ട്. ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് ആയതിന് പോയതിനു ശേഷം പിന്നെ തിരിച്ചിതുവരെ വന്നിട്ടില്ല. അതുമാത്രമല്ല ഇവിടെയും 2-3 റണ്ണവേ ഗ്യാപ്സ് നിങ്ങൾക്ക് കാണാം. സോ ഇൻ കേസ് മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ മൂവിങ് ഫോർവേഡ് ഇതെല്ലാം ഫില്ല് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് എന്തുകൊണ്ട് ഞാൻ ഇത് നെഗറ്റീവ് ആവാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് ഉടനെ തന്നെ ഞാൻ അനാലിസിസിൽ ഷെയർ ചെയ്യാം. സോ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രോപ്പർ ബെയറിഷ് ക്യാൻഡിലാണ്. കാരണം ഇതൊരു ബുള്ളിഷ് പിയേഴ്സിങ് കൺഫർമേഷൻ. പക്ഷേ നിഫ്റ്റിയിൽ കണ്ടതുപോലെ ഇവിടെ ഒരു കണ്ടിന്യൂവേഷൻ കാണുന്നില്ല. ഇൻഫാക്റ്റ് ഇതൊരു പ്രീവിയസ് സപ്ലൈ സോണിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രോപ്പർ റിജക്ഷനാണ് ഈ ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡെയിലി ചാർട്ടിലും ഒരു അല്പം വരിയിങ് ആണ്. കാരണം ഇത് ഡൗൺ ട്രെൻഡ്, ഇത് തിരിച്ച് അതേ എക്സാക്ട് ഡൗൺ ട്രെൻഡ് വന്ന പോയിന്റിലേക്കുള്ള കണ്ടിന്യൂവേഷൻ. അവിടെ നിന്ന് പക്ഷേ പ്രോപ്പറായിട്ടുള്ള റിജക്ഷനാണ് ഈ രണ്ട് ക്യാൻഡിലിനകത്തും കാണുന്നത്. അവിടെ നിന്ന് പിന്നെ ഒരു നെഗറ്റീവ് ന്യൂസ് കാരണം ഗ്യാപ്പ് ഡൗൺ ആവുകയും ആ ഗ്യാപ്പ് ഡൗൺ കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ക്ലോസിങ്ങിലാണ് നിൽക്കുന്നത്. സോ റൈറ്റ് നോ ദ മേജർ പിവറ്റ് പോയിന്റ് ഇസ് അറൗണ്ട് 43,300. ഇപ്പോൾ 500ലാണ് നമ്മുടെ കറണ്ട് സപ്പോർട്ട് സോൺ. ഇത് ഇൻ കേസ് ഇന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് ഒരു 100-200 പോയിൻറ്റ്സിൻ്റെ ഡിപ്പ് എക്സ്പെക്റ്റഡ് ആണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു സോൺ ക്രിട്ടിക്കലാണ്. ഇത് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു പ്രീവിയസ് ലോ റീടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഫോർമേഷനാണ് ഇൻ കേസ് ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കിട്ടണമെങ്കിൽ പോയതിനു ശേഷം ഇത് റീടെസ്റ്റ് എടുത്തു ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഫോർമേഷൻ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഈ ഹൈ കട്ട് ചെയ്താൽ മാത്രമേ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലൊരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കാണാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് FIDA ഡേറ്റ നോക്കാം. ഇതൊരു വളരെ ഹ്യൂജ് ആയിട്ടുള്ള നെഗറ്റീവ് ബാറാണ്. ഇൻഫാക്ട് ഫുഡ്സിനെക്കാട്ടിലും ഡബിൾ കോൾ റൈറ്റിംഗ് ഓൺ ഫ്രൈഡേ ആൻഡ് എഗെയിൻ സ്റ്റോക്സിൽ അവർ പിന്നെയും സെല്ലിംഗ് ആണ്. ഈവൻ ഫ്യൂച്ചേഴ്സിലും ഇത്രയും നാൾ ഷോർട്ട് കവർ ചെയ്തിട്ട് പിന്നെയും എഗെയിൻ ദേ ഹാവ് സ്റ്റാർട്ടഡ് ടു ആഡ് ഷോർട്ട് പൊസിഷൻസ്. സോ ദിസ് ഇസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. അറ്റ്ലീസ്റ്റ് ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ഒരു ലെവൽ ഓഫ് ഫർദർ ഡിപ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ അതേ ഉള്ളൂ. സോ ടുഡേ മൺഡേ, ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആണ്. നമ്മൾ ഡെഫിനറ്റ്ലി മിഡ് ക്യാപ്പ് പൊതുവെ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല. വളരെ ചീപ്പ് പ്രീമിയംസിനാണ് മിഡ് ക്യാപ്പിൻ്റെ പ്രീമിയംസ് ഒക്കെ ഓപ്പൺ ആവുന്നത്. സോ നമുക്ക് നാളെ ഫിൻ നിഫ്റ്റി എക്സ്പയറിയിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യാം.
So yeah, that's all for today. Trade safe.